ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നജ ഡയറീസ്. അപ്പോൾ ഇന്നിപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, സ്കൂളൊക്കെ അടച്ചില്ലേ. അപ്പോൾ എല്ലാവർക്കും സ്കൂളൊക്കെ അടച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനും സൽമാനും ഉമ്മായും വാപ്പായും നമ്മളെല്ലാം കൂടെ ലുലു മാളിലേക്ക് പോകാൻ വിചാരിച്ചു. അപ്പോൾ ലുലു മാളിൽ പോണ വഴിക്ക് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയായിരുന്നു. അപ്പോഴത്തേക്കും ഉമ്മായും വാപ്പായും മാത്രമേ ചായ വാങ്ങിച്ചുള്ളൂ. ഞാനും സൽമാനും ചായ കുടിച്ചില്ല. നമുക്ക് ചായ വേണ്ടായിരുന്നു. അപ്പോൾ ഞാനും സൽമാനും ചായ കുടിച്ചില്ല, ഉമ്മായും വാപ്പയും മാത്രം കുടിച്ചു. നമ്മൾ ലുലു മാളെത്തി. അപ്പോൾ ഇനി ഭയങ്കര തിരക്കായിരിക്കും, സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാർക്കിങ്ങിന് സ്ഥലമില്ല, നല്ല തിരക്കായിരുന്നുകൊണ്ട് വണ്ടിയിടാൻ ഭയങ്കര സ്ഥലമില്ലാത്തതുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വെയിലാണ് ഗൈസ്, ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്. അപ്പോൾ ഞാനും ഉമ്മായും നമ്മളെല്ലാം കൂടെ മുകളിലോട്ട് ഇങ്ങനെ കയറി ഇറങ്ങാൻ വേണ്ടി മുകളിലോട്ട് കാണിക്കുകയാണ്. നമ്മൾ ലുലു എത്തി, ഉള്ളിലോട്ട് കയറി. ഭയങ്കര ഇപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെയാണ് നേരെ കണ്ണ്. അവിടെയൊക്കെ സൈഡ് ഫുള്ള് ലൈറ്റാണ് കേട്ടോ, അതിപ്പോൾ അറിയാൻ പറ്റുന്നില്ല, പക്ഷെ നല്ല ലൈറ്റുണ്ട്. അപ്പോൾ നമ്മൾ ലുലുവിൻ്റെ അകത്ത് കയറി. ക്രിസ്മസ് ആയതുകൊണ്ട് ലുലു ഫുള്ള് ക്രിസ്മസ് ഡെക്കറേഷനായിരുന്നു. അവിടെ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ട്. നല്ല രസം, നല്ല വലുതെന്ന് വെച്ചാൽ നല്ല വലുതായിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി എസ്കലേറ്ററിൽ കയറി പോവാണ്. അപ്പോൾ ഞാനും നമ്മളിങ്ങനെ മുകളിലത്തെ നിലയിലേക്ക് എത്തി, അടുത്ത ഫ്ലോറിലെത്തി. അപ്പം പിന്നെ അവിടെ ക്രിസ്മസ് ട്രീയുടെ അടുത്തായിട്ട് ഇങ്ങനെ ഫുള്ള് ലൈറ്റും നല്ല സ്റ്റാറും നല്ല രസമുണ്ട്. നല്ല ലൈറ്റ് വെച്ചാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഫുള്ളും നല്ല രസമുണ്ട്. സൽമാൻ ഫണ്ടൂരെ കയറണമെന്നും പറഞ്ഞ് പിണങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ കയറ്റിയില്ല. പകരം അവന് വേറെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഫണ്ടൂരെ കയറ്റിയില്ല. പിന്നെ വേറൊരു സെക്ഷനിലെത്തിയപ്പോൾ നല്ല കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് അത് കാണാൻ. അപ്പോൾ സൽമാൻ നോക്കിയപ്പോൾ ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ കുറച്ച് ക്രിക്കറ്റ് പ്ലേയേഴ്സൊക്കെ ഇരിക്കുന്നു. പക്ഷേ എൻ്റെ മെസ്സിയെ കണ്ടില്ല എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ മെസ്സിയൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. നല്ല രസമുണ്ട്. നല്ല കുഞ്ഞു കുഞ്ഞു ഐറ്റംസാണ് ഫുള്ളും. നല്ല കുഞ്ഞു നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. കുഞ്ഞു കുഞ്ഞു ഐറ്റംസായിരുന്നു. പിന്നെ അവിടെ ഞാൻ കീച്ചൻ കണ്ടു. കീച്ചൻ അവിടെ കണ്ടാലും ഞാൻ പോയി നോക്കും കേട്ടോ ഗൈസ്, എനിക്ക് ഇഷ്ടമാണ്. കീച്ചൻ അവിടെ പോയി നോക്കി. ഞാൻ ഡ്രസ്സൊന്നും എല്ലാ കടയിലും കയറി, ഡ്രസ്സൊന്നും വാങ്ങിയില്ല. വെറുതെ ഒന്ന് കയറി ഇറങ്ങി, എല്ലാ കടയിലും ഒന്ന് കയറി വെറുതെ കയറിയിട്ടിങ്ങനെ ഇറങ്ങി. അവിടെ തപ്പം തന്നെ ഇറങ്ങുകയും ചെയ്തു. പിന്നെ ഞാൻ പോയി എന്ത് ചെയ്തു, ഇങ്ങനെ ഈ ഒരു സെക്ഷനിൽ വന്ന് ഇതൊക്കെ വെറുതെ നോക്കിയാണ്. ഇങ്ങനത്തെ നല്ല രസമുണ്ടല്ലോ, കോമ്പൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ യൂണിക്കോണിൻ്റെ കോമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഗ്ലിറ്ററൊക്കെ വെച്ചിട്ടുള്ള യൂണിക്കോണിൻ്റെ കോമ്പ്. പിന്നെ അതാണ്ട് ഈ ഒരു ക്ലിപ്പിൻ്റെ സ്ഥലത്ത് പോയി. എല്ലാം 299 രൂപയ്ക്കാണ്, 300 രൂപയ്ക്കാണെല്ലാം. പിന്നെ കുറേ കീ ചെയിൻ ഉണ്ടായിരുന്നു. കീ ചെയിൻസ് നോക്കി, നല്ല രസമുണ്ട്. ഗ്ലാസ്സിൽ ഗ്ലിറ്ററൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു. ഇത് കണ്ട് അതിൻ്റെ അകത്തൊരു പാൻറ്റ് കിടക്കുകയാണ്. ആ കീ ചെയിൻ്റെ അകത്ത് ആ ഗ്ലിറ്ററിൻ്റെ ഈ ഒരു യൂണിക്കോണിൻ്റെ കോമ്പാണ് ഞാൻ പറഞ്ഞത്, നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു കീ ചെയിനാണ്, ഇത് മിറർ വന്നിട്ടുള്ള ഒരു കീ ചെയിനാണ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മിററാണ്. അതും ഞാൻ നോക്കി, ഒന്നും വാങ്ങിയില്ല, എല്ലാം നോക്കിയിട്ട് അവിടെ വെച്ചിട്ട് വന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു സെക്ഷനിലോട്ട് പോയി. ഇവിടെ ആണെങ്കിൽ ബാഗുകൾ കുറേ ഉണ്ട്. പിന്നെ ഇതേപോലത്തെ കുറേ കീ ചെയിൻസ് ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു, അത് നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ ഗ്ലിറ്ററായിരുന്നു. ഇതേപോലത്തെ കുറേ ബാഗ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫ്രോഗിൻ്റെ കീ ചെയിൻ, പക്ഷേ ഇതിലായില്ല. ഞാൻ വേറൊരു ഫ്രോഗ് കണ്ടായിരുന്നു, പക്ഷേ അതൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒരു ഗ്രീൻ കളറ്. ആ ഒരു ഫ്രോഗ് ഇങ്ങനെ താക്കുമ്പോൾ അതിൻ്റെ കണ്ണിങ്ങനെ പുറത്തോട്ട് ചാടി വരുമായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറേ ബോ ഉണ്ടായിരുന്നു. ആ കീ ചെയിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 200 റുപ്പീസായിരുന്നു ആ കീ ചെയിൻ്റെ റേറ്റ്. പിന്നെ ഞാൻ കമ്മൽ നോക്കി, ഇയറിങ്സൊക്കെ നോക്കിയായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് അതേപോലെ മാലയൊക്കെ നോക്കി. അതെല്ലാം 214 റേറ്റ് വന്നത്. മാല, ബ്രേസ്ലെറ്റ്, കമ്മൽ, ചില റിങ്സും ഉണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ, ഈ പാവയുടെയും ബാഗിൻ്റെ സെക്ഷൻ. ഈ ഒരു ബാഗ് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് പിന്നെ ഷോർട്ട് ബാഗുള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഒരു പൗച്ച് നോക്കി കേട്ടോ, സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റേറ്റും 399 ആയിരുന്നു. 400 റുപ്പീസായിരുന്നു ഗൈസ്. അത് അതേപോലെ വെച്ചിട്ട് തിരിച്ചു വന്നു. പിന്നെ ഞാൻ ഇതേപോലത്തെ പാവകളായിരുന്നു. ഫുള്ള് നല്ല രസമുണ്ടായിരുന്നു. ക്യൂട്ടായിട്ടുള്ള പാവകളായിരുന്നു.
ഈ ഒരു പൗച്ച് കോസ്മെറ്റിക്സിൻ്റെ പൗച്ചായിരുന്നു. അതിനും 299 ആയിരുന്നു റുപ്പീസ്, 300 റുപ്പീസായിരുന്നു. പിന്നെ ഈ ഒരു ജിറാഫിൻ്റെ പാടുന്നു ഇതിവിടെ വെച്ചിട്ട് വന്നു. പിന്നെ ഈ ഒരു യൂണിക്കോൺ. പിന്നെ ഈ ഒരു ഹലോ കിറ്റി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് 400 റുപ്പീസായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു ആ ഹലോ കിറ്റി. പിന്നെ ക്രോക്സ് നോക്കി, ക്രോക്സ് എനിക്കുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ നോക്കിയത് ഈ ഒരു പാൻറ് കാണുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ക്യൂട്ടല്ലാത്ത മുഖമായിരുന്നു അത്. പിന്നെ ഈ യൂണിക്കോൺ നല്ല രസമുണ്ട്, പക്ഷേ അതൊരു സ്ലിം ബ്യൂട്ടി യൂണിക്കോൺ ആയിപ്പോയി. ഈ ഒരു ബോക്സ് നോക്കി, അത് 300 റുപ്പീസായിരുന്നു അതിൻ്റെ റേറ്റ്. പിന്നെ ഒരു പാവ നോക്കി, ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇത് റേറ്റ് കുറവായിരുന്നു, 200 ആയിരുന്നു. എല്ലാത്തിനെ സംബന്ധിച്ച് റേറ്റ് കുറവായിരുന്നു. ആ സെയിം യൂണിക്കോണിലായിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട. പിന്നെ താഴെ ഒരു പാവ ഉണ്ടായിരുന്നേ, ഈ ഒരു ബ്രൗൺ കളർ. ഇത് നമ്മുടെ ഈ കാറിൻ്റെയൊക്കെ ബാക്കിലൊക്കെ വയ്ക്കാൻ പറ്റിയ, ഗ്ലാസ്സിൽ വയ്ക്കാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 699 ആയിരുന്നു റേറ്റ്. പിന്നെ ഈ വലിയൊരു പട്ടിക്കുട്ടിയുടെ പാവം ഉണ്ടായിരുന്നു. ഇത് നല്ല വലുതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ഹാറ്റിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു ഹാറ്റൊക്കെ എടുത്ത് വെച്ചൊരു ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചൊരു ഹാറ്റൊക്കെ എടുത്ത് വെച്ചത്. ഈ ഒരു ഹാറ്റാണ് ഞാൻ എടുത്ത് വെച്ചത് കേട്ടോ. ഈ ഒരു യെല്ലോ സൺഫ്ലവറൊക്കെ വന്നിട്ടുള്ള ഒരു ഹാറ്റ്. പിന്നെ അതൊക്കെ എടുത്ത് വെച്ചേക്കി. സൽമാനും വെച്ച് വന്നിട്ട് അവ അത് ഓടിക്കളഞ്ഞ് വന്നിട്ട്. പിന്നെ ഒരു സാന്റാക്ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ സാന്റാക്ലോസിൻ്റെ അടുത്ത് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ സാന്റാക്ലോസിൻ്റെ പറഞ്ഞൊരു ഹായ് തരാൻ പറഞ്ഞു. ഗൈസ് അങ്ങനെ ഹായ് ഒക്കെ തന്നു, ഫോട്ടോയൊക്കെ എടുത്തു. എല്ലാവരും അതിൻ്റെ അടുത്ത് തന്നു. പിന്നെ ഫോട്ടോ എടുക്കാമായിരുന്നു. ഒരു ഹായ് തരാൻ പറഞ്ഞപ്പോൾ ഹായ് ഒക്കെ തന്നു. എന്നിട്ട് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഹൗസ് നിൽക്കുന്നത്, ഒരു ഹൗസ് കണ്ടു. അതെന്താണെന്ന് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ നമ്മുടെ ഈ ബിസ്ക്കറ്റും നമ്മുടെ ഈ കേക്കിലൊക്കെ വയ്ക്കുന്ന ക്രീമും വെച്ചുണ്ടാക്കിയ ഒരു ഹൗസായിരുന്നു. ഫുള്ളും ബിസ്ക്കറ്റിന് തൊട്ട് വയ്ക്കും. അപ്പോൾ ബിസ്ക്കറ്റും ക്രീമും ആയിരുന്നു അത്. ബാക്കിയൊക്കെ ഈ നമ്മൾ കേക്കിലൊക്കെ വയ്ക്കുന്ന അങ്ങനെ അതേ സെയിം സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കാണ്. എന്നിട്ട് നമ്മൾ മിക്സഡ് ഫ്രൂട്ട് വാങ്ങാൻ പോയി. ഫ്രൂട്ട്സ് വാങ്ങിച്ചു. നമ്മളെല്ലാം എടുത്ത് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. അത് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഈ ജ്യൂസ് നോക്കി കേട്ടോ, മിൽക്ക് ഷേക്ക്. എന്നിട്ട് അത് വാങ്ങിച്ചില്ല, അത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. നമുക്കാർക്കും ഇഷ്ടമല്ല, അതൊന്നും വാങ്ങിച്ചില്ല. എല്ലാ ടേസ്റ്റിൽ വാങ്ങിച്ചില്ല. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഡിപ്പും ഈ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ പുഡിങ്ങും വാങ്ങിയായിരുന്നു. ചോക്ലേറ്റ് ഡിപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ചു. ഡ്രൈ ഫ്രൂട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാളായിട്ട് വിചാരിക്കണം അത് വാങ്ങണമെന്ന്. അങ്ങനെ വാങ്ങിച്ചു. പിന്നെ ഇവിടെ ഒരു ക്രിസ്മസ് അപ്പം തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തൊടുമ്പോൾ അതിന് നാടുമായിരുന്നു. പിന്നെ ഞാൻ ഒരു ബൂമർ വാങ്ങിയായിരുന്നു. ബൂമർ വാങ്ങി എന്നിട്ട് അതിനുള്ള ബില്ലിങ്ങിനായിട്ട് കട്ടായിട്ടിങ്ങാണ് ബില്ല് ചെയ്യുകയാണ്. ഞാൻ സൽമാൻ കിറ്റ്കാറ്റ് വേണമെന്ന് പറഞ്ഞ് കിടന്ന് കരയാണ്. വാങ്ങിച്ചില്ല. പിന്നെ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണിച്ചു തന്നിട്ട്. ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ബൂമർ വാങ്ങി. പിന്നെ ഇത് എന്താണ് ഫെറാറോ വച്ചർ വാങ്ങി, ചോക്കോസ് വാങ്ങി, പിന്നെ യൂണിബിക്കിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങി, ഫ്രൂട്ട്സ് വാങ്ങി, ചോക്ലേറ്റ് ഡിപ്പ് വാങ്ങി, ടെൻഡർ കോക്കനട്ടിൻ്റെ പുഡിങ് വാങ്ങി, ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങി, ബൂസ്റ്റ് വാങ്ങി, പിന്നെ ടാങ്ക് വാങ്ങി. സൽമാൻ കിൻഡർ ക്രീം വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങി. എന്നിട്ട് ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ സൽമാൻ അപ്പം തന്നെ അത് കഴിക്കണം. ബില്ലടിച്ചതേ ഉള്ളൂ, അവിടെ ബില്ല് കാണിച്ചില്ല. അപ്പം തന്നെ കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ലുലുന്നൊക്കെ ഇറങ്ങി. എന്നിട്ട് നോക്കിയാൽ പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ഞാൻ പറഞ്ഞ ലൈറ്റിൻ്റെത്, അത് അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതാണ് ലൈറ്റ്, ബട്ടർഫ്ലൈ. എൻട്രിയൊക്കെ ബട്ടർഫ്ലൈ വെച്ചിട്ടാണ്, ബട്ടർഫ്ലൈ ലൈറ്റൊക്കെ വെച്ചിട്ട്. പിന്നെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്ത് അതിൻ്റെ തന്നെ കുറേ ലൈറ്റുണ്ട്. അതിൻ്റെ ഇപ്പുറത്തൊക്കെ സൈഡിൽ ഇങ്ങനെ സ്നോ ബോൾസിൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബട്ടർഫ്ലൈ,
കുറേ സാധനങ്ങൾ, ട്രീ തന്നെ കുറേ ലൈറ്റ് ഡെക്കറേറ്റ് ചെയ്തേക്കാണ്. സ്റ്റാർ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ലുലുവിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് നമ്മൾ നേരെ അതിൻ്റെ അപ്പുറത്തുള്ള കടയിൽ പോയി ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.